പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുള്ള CSR ഫണ്ട് തട്ടിപ്പിന്റെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000 കോടി രൂപ തട്ടിയെടുത്തതാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതി അനന്തകൃഷ്ണനും രാഷ്ട്രീയ ഉന്നതരും തമ്മിലുള്ള ബന്ധങ്ങളും പുറത്തു വരുന്നുണ്ട്. കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിപ്പട്ടികയിലുണ്ട്. കണ്ണൂർ പോലീസ് പ്രതി ചേർത്തതോടെ വിശദീകരണവുമായി ലാലി രംഗത്തെത്തി. BJP നേതാവ് AN രാധാകൃഷ്ണൻ ചെയർമാനായ സയൻസ് സൊസൈറ്റിക്കെതിരെ ആരോപണമുയർന്നെങ്കിലും വാഹനം വാങ്ങാൻ പണമടച്ചവർക്ക് അവർ തുക മടക്കി നൽകിയിട്ടുണ്ട്. അതേസമയം കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനാണ് ആലോചന. കണ്ണൂരിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലാലി വിൻസെന്റിനെതിരെ കേസെടുത്തത്. 2000-ഓളം പരാതികളാണ് കണ്ണൂരിൽ മാത്രം ലഭിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ 7ാം പ്രതിയാണ് ലാലി വിൻസെന്റ്. അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസറാണ് താനെന്നും അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. ഞാൻ അനന്തകൃഷ്ണന്റെ വക്കീലായിട്ട് 2-3 കേസുകൾ നടത്തിയിട്ടുണ്ട്. ഈ കേസ് നടത്താൻ എന്നെ അനന്തകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അനന്തകൃഷ്ണൻ പ്രൊപ്പറേറ്ററായ PSI എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ വക്കീലായിട്ടാണ് ഞാൻ കേസുകൾ എടുക്കുന്നത്. ഞാൻ വേറൊന്നിൻ്റെയും വക്കീലുമല്ല. പിന്നെ അനന്തകൃഷ്ണനെ ആ രീതിയിൽ അനന്തകൃഷ്ണൻ്റെ കേസുകൾ ഞാൻ നടത്താൻ ഉപദേശിച്ചാൽ അതെങ്ങനെയാണ് പ്രതിയാകുന്നതിന് കാരണമാകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സായംഗ്രാം ചെയർമാൻ KN ആനന്ദകുമാറിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. സംസ്ഥാനത്താകമാനം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ 1000 കോടി രൂപയ്ക്ക് മേലെയാണ് തട്ടിപ്പിന്റെ വ്യാപ്തിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ആലുവ റൂറൽ SP വൈഭവ് സക്സേന. മെയിൻ പ്രതി അനന്തകൃഷ്ണൻ ഈ SHO മൂവാറ്റുപുര ബേസിൽ തോമസിന്റെ കീഴിൽ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡായിരുന്നു. ബാക്കിയെല്ലാം നടപടി ഉടൻ തന്നെ നടത്തുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട്സ് ഫ്രീസ് ആയിരുന്നു. ബാക്കിയെല്ലാം നടപടി ഉടൻ തന്നെ നടത്തുന്നുണ്ട്. AN രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റി വഴി വാഹനം വാങ്ങാൻ പണം അടച്ചവർക്ക് തുക മടക്കി നൽകി. ചെക്കായാണ് പണം നൽകിയത്. 7 ദിവസത്തിനകം തുക ലഭിക്കും. നിലവിൽ ആളുകൾക്ക് ആശങ്കയില്ലാത്ത രീതിയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ബാലൻസ് ഉള്ള ആളുകൾക്ക് ചെക്ക് കൊടുക്കാനാണ് നിർദ്ദേശം തന്നിരിക്കുന്നത്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് പോലും വിഷമമോ സങ്കടമോ ഉണ്ടാവാത്ത രീതിയിൽ കെയർ ചെയ്ത് അവർക്ക് ചെക്ക് കൊടുത്ത് അവരെ ഹാപ്പിയായിട്ട് തന്നെ വിടും. കണ്ണൂരിന് പുറമെ കോഴിക്കോടും വയനാടും കായംകുളത്തും പുതിയ പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലാലി വിൻസെന്റിന്റെയും AN രാധാകൃഷ്ണന്റെയും പേരുകൾ കൂടി പുറത്തുവരുന്നതോടെ BJPയും കോൺഗ്രസും പ്രതിരോധത്തിലാകുകയാണ്. News 18 കൊച്ചി.